ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ വളകാപ്പാണ്. അപ്പോൾ ഞാൻ ഒരുപാട് കാത്തിരുന്ന് നല്ല പ്ലാൻ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ് ഇട്ടത്. എനിക്ക് അവൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ തന്നെ എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു അവളെ വളകാപ്പ് എന്തായാലും സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. ഞാനിതുവരെ ആരോടൊന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ ഞങ്ങൾ അടിച്ചുപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ 2 പ്രഗ്നൻസിയിലും ഞാൻ വളകാപ്പ് ആഘോഷിച്ചിട്ടില്ല. കാരണം 2 പ്രഗ്നൻസി നല്ല കോംപ്ലിക്കേഷൻ ഉള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പ്രസവിച്ച് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുഞ്ഞിനും എനിക്കും കുഴപ്പമില്ലാതെ. പിന്നെ വളകാപ്പിൻ്റെ ആ ഒരു ഇതിലേക്കൊന്നും പോയിട്ടില്ല. എന്തുണ്ടായാലും ഞങ്ങൾ പൊന്നൂൻ്റെ വളകാപ്പ് എന്തായാലും അടിച്ചു പൊളിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇട്ടത്. അപ്പം എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഞാനാണെങ്കിൽ കുറച്ച് ലേറ്റായി പോയിട്ട് എണീക്കാൻ വീഡിയോ എടുത്തും കൊണ്ടാണ് വന്നത്. ഏട്ടനെ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ അമ്മായിനോട് ചോദിക്കുകയാണ് ഇത് ആരാന്ന്. അപ്പം അത് നിൻ്റെ ഭർത്താവാണ്, വേണമെങ്കിൽ പേക്കിൽ പേര് എഴുതി ഒട്ടിച്ചോളാനാണ് പറഞ്ഞത്. എൻ്റെ അമ്മായിയല്ലേ, അതൊക്കെ പറയും. അങ്ങനെ ഇവിടെ ചിക്കനൊക്കെ ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. കുട്ടാപ്പിൻ്റെ ഫ്രണ്ട്സൊക്കെ ഫുൾ ആക്റ്റീവാണ്. അവരവിടെ ചിക്കനൊക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓടിക്കതച്ച് മേലെ വന്നത് പൊന്നൂനെ ഒരുക്കാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നേ. തനു മേക്കോറിലെ തനുജയാണ് കേട്ടോ. പൊന്നൂൻ്റെയും കുട്ടാപ്പിൻ്റെയും വെഡ്ഡിങ് റിസപ്ഷൻ്റെ ലുക്കും അവർ തന്നെയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡെക്കോറിസ്റ്റ് ഇവൻറ്റ്സ് ആണ് ഇവൻറ്റ് ചെയ്യുന്നത്. കാശു, കുട്ടാപ്പിൻ്റെ ഫ്രണ്ടാണ് കാശു. അങ്ങനെ മുല്ലപ്പൂവൊക്കെ കൊണ്ടുവന്നപ്പോൾ ഞാൻ എൻ്റെ മുല്ലപ്പൂവൊക്കെ എടുത്ത് നേരെ താഴേക്ക് വന്ന് ചെറുതായിട്ടൊന്ന് മേല് കഴുകിയേ. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ മുടി ഉണങ്ങാൻ ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ ഇന്ന് കുളിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ചെറുതായിട്ട് ടച്ചപ്പൊക്കെ ചെയ്ത് ഞാൻ വേഗം വന്ന് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ സമയമായിട്ടുണ്ട്. നല്ല ഉപ്പുമാവും പാഴ്സ് കറിയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി. ഋത്തൂസിൻ്റെ കാര്യം പിന്നെ പരിപാടിയായി കഴിഞ്ഞാൽ ഞാൻ നോക്കണ്ട. കാരണം അവന് ഒറ്റയ്ക്ക് ഫുഡൊക്കെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവില്ല, അപ്പം അവനും കഴിച്ചോളും. ഏട്ടനാണെങ്കിൽ ഓരോ തിരക്കിലാണ് കേട്ടോ എല്ലാവരും. അങ്ങനെ ഋത്തൂസിനെയും റിനുമോളെയൊക്കെ ഞാൻ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച്. റിനുമോളെ ഞാൻ മാറ്റിച്ചില്ല കേട്ടോ. അവൾക്ക് പട്ടുപാവാടയൊക്കെയാണ് ഞാൻ ഇടിക്കുന്നത്. കുളിപ്പിച്ച് പൊട്ടൊക്കെ തൊടിയിപ്പിച്ച് അവൾക്ക് ചായയൊക്കെ കൊടുത്ത്. നമ്മുടെ വീടിൻ്റെ സൈഡിൽ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്ന, അതായത് വെപ്പുപുര, ഞങ്ങൾ വെപ്പുപുര അറിയും. പിന്നെയും പൊന്നൂൻ്റെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ ഹെയറൊക്കെ സെറ്റാക്കി അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നേ. എനിക്ക് വെഡ്ഡിങ് ലുക്കിനെക്കാട്ടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അതൊക്കെ കണ്ട് ഞാൻ വേഗം വന്ന് നല്ല ഉപ്പുമാവും പാഴ്സ് കറിയും കഴിച്ചു. പിന്നെ എൻ്റെ അമ്മായി പറയുന്നുണ്ട് വീഡിയോ എടുത്തത് നല്ലോണം കിട്ടിയിട്ടില്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ മേമ്മമാരും മേൻറ്റിമാരൊക്കെയാണ് ഇട്ടത്. പിന്നെ എൻ്റെ അമ്മായിയും അങ്ങനെ അവരെല്ലാവരും ചായ കുടിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഞാൻ മുകളിലേക്ക് വന്ന് നോക്കിയപ്പം പൊന്നു ഫുൾ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊന്നുവിൻ്റെ വെഡ്ഡിങ് ലുക്ക് വളരെയധികം സിമ്പിളായിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് എനിക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു, നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴാണ് ഏട്ടൻ പൊന്നൂനെ കാണാൻ വന്നത്, റെഡി ആയത്. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ടെന്ന്, എക്സൈറ്റ്മെൻറ്റ് എക്സ്പ്രഷൻ കാണിക്കുന്നു. അപ്പോൾ ഏട്ടൻ അങ്ങനെ എക്സ്പ്രഷനൊന്നും വശമില്ല. ഞാൻ പറഞ്ഞു അഭിനയിക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ചേട്ടൻ ചെറുതായിട്ടൊന്ന് അഭിനയിച്ചൊക്കെ തന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. മിന്നുട്ടിയും ഗീതുട്ടി എല്ലാവരും സെറ്റാക്കി. റിനുമോളെ ഋത്തൂസിന് ഇതിൽ കാണൂല കേട്ടോ. കാരണം കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ അവരെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അങ്ങനെ ഞാനൊക്കെ റെഡിയായി. ഞാൻ താവണിയായിട്ട് കൊടുത്തത്. ആ ഷോൾ ഒരു പൊന്ത ഷാളായിപ്പോയി, അല്ലാത്തതൊക്കെ കുഴപ്പമില്ലായിരുന്നേ. പിന്നെ എന്താണ്, വളകാപ്പിനുള്ള പലഹാരങ്ങളും ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പാപ്പൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഒരു പരിപാടി ഉണ്ടായ പാപ്പൻ സെറ്റാണ്. അങ്ങനെ പിന്നെ അനീഷയും ദിവ്യേച്ചും ഞാനും കുട്ടാപ്പിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒക്കെ സെറ്റാക്കാണ്. ഏട്ടനാണെങ്കിൽ കുളിക്കാൻ പോകുന്നേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ വളകളൊക്കെ താലത്തിലാക്കി വെക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ ട്രഡീഷണൽ രീതികളൊന്നും അറിയില്ല. ഞങ്ങളുടെ ഒരു സന്തോഷം, പൊന്നൂൻ്റെ ഒരു സന്തോഷത്തിന് നമ്മളിതിന്ന് നടത്തുന്നുണ്ടേന്നുള്ളൂ. റിനിമോളാണെങ്കിൽ പൊന്നൂൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മുടെ ടേബിളും കസേരയും പിന്നെ നമ്മുടെ സ്റ്റേജൊക്കെ അങ്ങനെ എന്തായാലും സെറ്റായിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം തന്നെ പൊന്നൂൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിമാരും അമ്മായിമാരും അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പൊന്നൂൻ്റെ ചേച്ചീൻ്റെ കുട്ടിയാണ് കേട്ടോ വാമി. ഞാൻ വേഗം പോയി എടുത്തത് അവളെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുഞ്ഞു മക്കളെ. റിനുമോക്കും അതേപോലെ തന്നെയാണ്. റിനുമോൾ ആ വാമീനെ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിടിച്ച് വെക്കായിരുന്നു കേട്ടോ കുട്ടീനെ. അവൾക്ക് ഇങ്ങനെ എടുത്ത് നടക്കണം. അവൾക്ക് എടുത്ത് നടക്കാനൊന്നും ആയിട്ടില്ലല്ലോ. അതിനെ കൊടുക്കാത്തതിന് ഭയങ്കര വാശിയും കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ ഏട്ടൻ വന്ന് എടുത്തിട്ടുണ്ട്.
പിന്നെ എല്ലാവരും സംസാരിച്ച് അവരെ ഉള്ളിലേക്കൊക്കെ കയറ്റി ഇരുത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നേ. പിന്നെ നമ്മൾ ഈ പെണ്ണുങ്ങളെയൊക്കെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുമല്ലോ, മണ്ഡപത്തിലേക്ക് കൊണ്ടുപോകുമല്ലോ താലൊക്കെ പിടിച്ചിട്ട്. അങ്ങനെയാണ് പൊന്നൂനി നമ്മൾ ഇറക്കാൻ വിചാരിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് നല്ല കാപ്പിയും ബിസ്ക്കറ്റായിരുന്നേ നമ്മൾ അവരെല്ലാവരും റിലേറ്റീവ്സ് എല്ലാവരും വന്നപ്പം നമ്മൾ കൊടുത്തത്. അതൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റേജിലേക്ക് പലഹാരങ്ങളും എല്ലാം കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കിയത് കുറച്ച് അധികമായി പോയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു ടീപ്പോയി ആയിരുന്നേ. പിന്നെ ഞങ്ങൾ പലഹാരങ്ങളൊക്കെ കുറച്ച് ചെറിയ പ്ലേറ്റിലേക്ക് ആക്കി അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുറേ പലഹാരങ്ങൾ വെക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് കുറഞ്ഞു പോയി. പിന്നെ അമ്മ വേഗം വിളക്കൊക്കെ കൊണ്ടുപോയി സ്റ്റേജിൽ വെച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവളെ ഇറക്കി. ഞങ്ങളിങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ അതൊന്നും ഇതിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും താലമൊക്കെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വെച്ചു. അങ്ങനെ പൊന്നു അവിടെ ഇരുന്നു. ഇതൊക്കെ ട്രഡീഷണലായിട്ട് നല്ല രീതിയിൽ നടത്തുന്ന ഞങ്ങൾ നല്ല രീതിയിലാട്ടോ നടത്തിയത്. അങ്ങനെയല്ല, ഇത് നല്ല വേറെ ചടങ്ങുകളോട് കൂടി ഒരുപാട് പേര് നടത്തുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് വളയിട്ടു, മധുരം കൊടുത്തു, ചന്ദനം മുഖത്ത് തേച്ചു, അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ അനിയനും അച്ഛനും നാട്ടിലില്ല. അനിയൻ ഒമാനിലാട്ടോ, അച്ഛൻ ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്, അനിയൻ മിലിറ്ററിയിലാണ്. അവരെ ഈ ഒരു നിമിഷത്തിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ പൊന്നൂൻ്റെ അമ്മയും ഞങ്ങളുടെ അമ്മയും കൂടി ആട്ടോ വളയൊക്കെ ഇട്ട് കൊടുത്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇടുന്ന വീഡിയോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഒരുപാടായി പോകട്ടോ. അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. പിന്നെ ഞാനും ഏട്ടനും കൂടെ ചെയ്തു. റിനുമോളാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വളയിടുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് വള അവളെ കൊണ്ട് ഇടിയിപ്പിക്കാൻ ഞാൻ വിട്ടുപോയിട്ട് അവൾ തന്നെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് പലഹാരം കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടാപ്പ് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ വേഗം പോയി കാസ്റ്റിയോർ വോട്ട് ചെയ്തു. ആൺകുട്ടിക്കാണ്. ഏട്ടൻ ആൺകുട്ടിക്ക് വീട്ടിൽ നിന്ന് വിളിക്കാനുള്ള പേരൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ആൺകുട്ടിക്കാട്ടോ. ഇപ്പോൾ പൊന്നുനെ കണ്ടാൽ പെൺകുട്ടീൻ്റെ പോലെ തോന്നുന്നുണ്ട്, എന്താണെന്നറിയൂല. അതിൻ്റെ ഇടയ്ക്ക് മോനുട്ടനും അഭിഷ്ണിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഫുഡ് കഴിക്കാനുള്ളത് നോക്കി പൊന്നു അവരെ കൂടെ ഇരിക്കുന്നുണ്ട്. കാരണം വേറെ ചടങ്ങും കൂടെ അല്ലേ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതുള്ളതുകൊണ്ട് അവരെ കൂടെ ഇരുന്ന് കഴിക്കണം കേട്ടോ. പിന്നെ റിത്തൂസ് അവൻ്റെ ഫ്രണ്ട്സുകൾ കിട്ടിയാൽ പിന്നെ അങ്ങനെ അവരെ കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചോളും. റിനുമോക്ക് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ തിരക്കായതുകൊണ്ട് തന്നെ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മിന്നൂട്ടീൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അനുവിൻ്റെ ഇളയിച്ചി, അങ്ങനെ എല്ലാവരും കൂടെ അങ്ങനെ പറയാൻ കുറേ ആൾക്കാർ നമ്മളിങ്ങനെ പറയണ്ട, അതുകൊണ്ട് അതൊന്നും പറയുന്നില്ല. അങ്ങനെ പിന്നെ ചടങ്ങ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പൊന്നു എല്ലാവരോടും ഇറങ്ങുകയെന്ന് പറയണം കേട്ടോ. കാരണം ചടങ്ങ് കഴിഞ്ഞ് പിന്നെ തിരിഞ്ഞു നോക്കാതെ പോകണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ അമ്മ വിളക്കൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. ആദ്യം അപ്പുറത്തെ സൈഡിലാണ് ഇരുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡിലല്ല, നേരെ ഇപ്പുറത്തേക്കാണ് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു. ആദ്യം നമ്മൾ മധുരം കൊടുക്കണം. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ കോളാമ്പി വെക്കും, അതിൽ തുപ്പണം കേട്ടോ. കോളാമ്പി അമ്മായി ഇവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ കിണ്ടിയും വെള്ളം കൊടുത്ത് അത് കോളാമ്പിലേക്ക് തുപ്പുക. പിന്നെ ചന്ദനം തൊടുക. പിന്നെ ലാസ്റ്റ് വെറ്റില അടയ്ക്കും ചവയ്ക്കാൻ കൊടുക്കൂട്ടോ. നമ്മളത് മറന്നു പോയിട്ടുണ്ടായിരുന്നു ആ തിരക്കിൽ. ആർക്കും ഓർമ്മയുണ്ടായില്ല. അങ്ങനെ നമ്മുടെ ഭാഗത്തുനിന്ന് കുറച്ച് പേരും പൊന്നുവിൻ്റെ ഭാഗത്തുനിന്ന് കുറച്ച് പേരും, അങ്ങനെ 7 പേരാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. അങ്ങനെ 1:30 ആയാലാണ് ഇറങ്ങേണ്ടത്. അങ്ങനെ 1:30 ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. പോകുമ്പം ഭയങ്കര വിഷമാട്ടോ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോകുമ്പം. അവൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് വരും, കാരണം ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ആണ് പോകുന്നത്. എന്നാലും ഒരു വിഷമം. അവരിറങ്ങിയ പാടന്നെ ഞങ്ങൾ ബാക്കിൽ എല്ലാവരും ഇറങ്ങി പൊന്നൂനെ യാത്ര അയക്കാൻ വേണ്ടി റോട്ടുമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എന്തായാലും അവളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നല്ല രീതിയിലൊക്കെ യാത്രയാക്കി. റിനുമോക്ക് പിന്നെ ഭയങ്കര കരച്ചിലായിരുന്നു അവൾ പോയപ്പോൾ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. മോനുട്ടനും അഭിഷ്ണിയും, അതായത് മോനുട്ടനെ പിന്നെ അറിയില്ല, ഏട്ടൻ്റെ അനിയനും വൈഫുമാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും പോകാൻ തുടങ്ങി. അവരെല്ലാവരും പോയി. പിന്നെ ആളൊഴിഞ്ഞ് പൂരപ്പറമ്പ് പോലെ ആയിട്ടോ. ഭയങ്കര വിഷമം പരിപാടി കഴിഞ്ഞപ്പം. പിന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പൊന്നൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ എല്ലാവരും ഓരി വെക്കട്ടെ, മേമ്മമാരും അമ്മായിമാരും ഒക്കെ. അതൊരു ഭയങ്കര ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ, ഓരി വെക്കുക എന്നുള്ളത്. അങ്ങനെ എല്ലാവർക്കും ഉള്ളത് ഓരി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം വന്ന് നോക്കിയത് കാസ്റ്റ് യുവർ വോട്ടാണ്. ഗേളിലാണ് കേട്ടോ എല്ലാവരും കളർ ചെയ്തിരിക്കുന്നത്. എന്തെന്നായാലും കുഴപ്പമില്ലാണ്ട് ഡെലിവറി ഒക്കെ കഴിയട്ടെ അല്ലേ, ഗേളായാലും ബോയ് ആയാലും. അങ്ങനെ പിന്നെ എല്ലാവരും ഇവിടെ പണിയൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പോകാൻ ഇറങ്ങുന്നുണ്ട്. ഇത് എൻ്റെ കസിൻ്റെ അനുവിൻ്റെ ഹസ്ബൻഡായിട്ട് ഗിരീഷേട്ട, അതായത് സനുട്ടൻ്റെ അളിയൻ. അങ്ങനെ ഞങ്ങളുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.